ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നമ്മുടെ കണ്ണിനടിയിലുണ്ടാവുന്ന കറുപ്പിനും പിന്നെ ഐ ബാഗിനും പഫിനെസ്സിനൊക്കെ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ഹോം റെമഡി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ണിനടിയിലുണ്ടാവുന്ന കറുപ്പ് മാറാനും പഫിനെസ്സൊക്കെ മാറാനും ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും ഉണ്ടാവാറുള്ളൊരു സാധനമാണ് കുക്കുംബർ. അപ്പോൾ കുക്കുംബർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അത് നമ്മളൊരു നേരിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ അതങ്ങനെ ഇരിക്കാൻ ചാൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്കൊരു കോട്ടൺ പാഡിൽ അത് മുക്കിയിട്ട് നമുക്ക് കണ്ണിൽ ഇങ്ങനെ കണ്ണടച്ച് കിടന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അതങ്ങോട്ട് മാറിപ്പൊയ്ക്കോളും. ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട് കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഇന്ന് ഫേസ് പാക്കൊക്കെ വാങ്ങിയിട്ട് ഇതിട്ടാൽ മതി, ആ കണ്ണിനടിയിലെ കറുപ്പാണ് മെയിൻ പ്രശ്നം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് കൂടാതെ വേറൊരു പാക്കും ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ഗ്രീൻ ടീ ബാഗ് ഉണ്ടല്ലോ, ഗ്രീൻ ടീ ബാഗ് നമ്മൾ നനച്ചിട്ട് ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെക്കുക. നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ അതും നമുക്ക് കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ചിട്ട് കിടക്കാം കേട്ടോ. അതും ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ കണ്ണിനടിയിൽ കറുപ്പ് വരാതെയും ചുളിവ് വരാതെയും പഫിനെസ് ഒന്നും വരാതെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് കൂടുതലായിട്ടും കണ്ണിനടിയിൽ പഫിനെസ് വരുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഉറക്കം കുറയണവർക്കാണ് അതങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒത്തിരി മധുരം അതുപോലെ ഉപ്പിൻ്റെ ഉപയോഗമൊക്കെ ഒത്തിരി ഉപ്പിൻ്റെ ഉപയോഗമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വരും. പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ എപ്പോഴും കഴിക്കണവരാണെങ്കിലും ഇതുപോലെ കണ്ണിനടിയിൽ പഫിനെസ് വരാനും അതുപോലെ ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഡാർക്ക്നെസ് വന്നത് കൂടുതലും നമ്മുടെ മൊബൈലിൽ അമിതമായ മൊബൈലിൻ്റെ ഉപയോഗം കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ടും ബ്ലഡ് കുറവ് കൊണ്ടൊക്കെ പിന്നെ പാരമ്പര്യം കൊണ്ടും കണ്ണിനടിയിൽ ഡാർക്ക്നെസ് വരും. അപ്പം അതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ഈ പറയുന്ന കുക്കുംബറിൻ്റെ ഒരു പാക്ക് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഞാനത് പെട്ടെന്ന് ഞാനത് വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം, അതെങ്ങനെ അത് തയ്യാറാക്കണമെന്നുള്ളത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യണതിന് നല്ലതാണ് കേട്ടോ, കണ്ണിനടിയിൽ മാത്രമല്ല. അപ്പോൾ കണ്ണിനടിയിലെ പ്രശ്നങ്ങളാണ് കൂടുതലും ആൾക്കാർ പറയണത്, അതുകൊണ്ടാണ് ഞാനത് കൂടുതലും കണ്ണിനടിയിലുള്ളൊരു ഇത് ബുദ്ധിമുട്ടിനുള്ള സൊല്യൂഷനാണ് അത്. നമുക്കത് ഫേസിലും അപ്ലൈ ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നല്ല കളർ വെക്കാനൊക്കെ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ മൊത്തത്തിലിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് കുറച്ച് കളർ ഉണ്ടാവും. കണ്ണിനടിയിൽ നല്ല ഡാർക്ക്നെസ് ഉള്ളവരാണെങ്കിൽ അത് ഫേസിന് വീണ്ടും കളർ കൂടും. കണ്ണിനടിയിലെ ഡാർക്ക്നെസ് ചെറുതായിട്ടല്ല, നമുക്ക് പെട്ടെന്നുള്ളൊരു വിസിബിളായിട്ട് റിസൾട്ട് നമുക്ക് ഇതിനൊന്നും കിട്ടൂലല്ലോ, കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്യേണ്ട വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കണ്ണിനടിയിൽ കുറച്ച് ദിവസം കണ്ണിനടിയിലുള്ള കറുപ്പിനും പഫിനെസ്സിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഇത് നമ്മൾ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മാറ്റം തോന്നി തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഓൾ ഓവർ ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുക്കുംബറിൻ്റെ ജ്യൂസ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുക്കുംബർ അരിഞ്ഞ് തൊലി കളയണ്ട കേട്ടോ, തൊലി ഉൾപ്പെടെ അരിഞ്ഞ് മിക്സിയിൽ അടിച്ചിട്ട് അത് അരിപ്പയിൽ അരിച്ചെടുത്ത ജ്യൂസാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. ഒരളവ് പറയാനായിട്ട് ഇല്ല കേട്ടോ, ഞാനിത് കുറച്ചുണ്ടാക്കി നമുക്ക് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് എടുക്കണേ കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഈ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെജ് ഗ്ലിസറിനാണ് കേട്ടോ. ഇനി വൈറ്റമിൻ ഇ ആണ് കേട്ടോ, ഒരു 3 ഡ്രോപ്സ് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ്. നമുക്കിത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം.
കുറച്ചധികം സമയം ഇത് മിക്സ് ആക്കിയാലാണ് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ഇത് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലുള്ള അലോവേര ജെല്ല് എടുക്കാതിരിക്കുക കേട്ടോ. നമ്മൾ അലോവേരയുടെ ജെല്ലില്ലേ നമ്മൾ വാങ്ങാൻ കിട്ടണത്, അതാണെങ്കിൽ കുറച്ച് നാളും കൂടി സ്റ്റെബിലിറ്റി കിട്ടും നമ്മുടെ ക്രീമിന്. അപ്പോൾ അലോവേര ജെല്ലിൽ നമുക്കറിയാമല്ലോ വൈറ്റമിൻ ഇയുടെ നല്ലൊരു കലവറയാണ് നമ്മുടെ അലോവേര ജെല്ല്. അത് നമ്മുടെ കണ്ണിനൊക്കെ ഒത്തിരി നല്ലതാണ്. കണ്ണിൻ്റെ കറുപ്പ് മാറാനും കണ്ണിനടിയിലെ ഡ്രൈനെസ്സും ഡാർക്ക്നെസ് റിങ്കിൾസും ഐ ബാഗ്സ് എല്ലാം മാറാൻ ഈ ഒരു ക്രീം ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു കോട്ടൺ പാഡിൽ ഇത് മുക്കിയിട്ട് നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ണടച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ച് റെസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ഇപ്പം തന്നെ തേക്കാതെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ശേഷം തേക്കണമായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ജെല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ജെല്ലാണ് നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പും പഫിനെസ്സൊക്കെ മാറിയിരിക്കും കേട്ടോ, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, താങ്ക് യു.